നമ്മളിപ്പോൾ ഒരു മൊഴി കൊടുക്കുകയാണെങ്കിൽ മജിസ്ട്രേറ്റ് എഴുതുവാണെങ്കിൽ നമ്മൾ മൊഴി അദ്ദേഹം എഴുതുന്നതായിട്ടല്ലേ നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. നീ എന്താ ചെയ്യുന്നത്? പിന്നീട് എങ്ങനെയാണ് പരാതി അവിടേക്ക് എത്തുന്നത്? പിന്നെ പരാതി എന്നോട് പരാതി കൊടുക്കണ്ടെന്ന് അദ്ദേഹം പറഞ്ഞ്. അവരെന്ന് പറയുന്നുണ്ട് സരിത പിന്നോട്ട് വന്നതുമില്ല. അവിടത്തേക്ക് ഈ ലെറ്റർ എവിടെ പോയെന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് പിന്നീട് വന്നത്. എല്ലാം ഈ 21 പേജിലെ കത്ത് എഴുതുന്നത് അത് എവിടെ പോയെന്നുള്ളതാണ്. അവിടെ മുതലായി പ്രശ്നത്തിൻ്റെ ആരംഭം. ഓക്കെ. അങ്ങനെയാണ് മീഡിയക്കാരെല്ലാം ഇത് ഏറ്റെടുക്കുകയും ഈ കത്ത് പോയത് ബാലകൃഷ്ണപിള്ള സാറിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. എന്താ ഉറപ്പ്? ഈ പ്രദീപ് കൊണ്ട് ബാലകൃഷ്ണപിള്ള സാറിൻ്റെ അടുത്ത് കൊടുത്ത് ബാലകൃഷ്ണപിള്ള സാർ എന്നെ വിളിച്ചിരുന്നു. സ്വന്തം മകന്റെ പേരുള്ള ഒരു പരാതി എന്നെ വിളിച്ചിരുന്നു. മകന്റെ അറിവോടുകൂടി അച്ഛൻ്റെ അടുത്ത് എത്തുമോ? കേട്ടു, വിളിച്ചിരുന്നു. ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് നമുക്ക് ഈ കേസിൻ്റെ കാര്യത്തിനൊക്കെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, നമുക്കെല്ലാം പ്രാക്ടിക്കൽ ചെയ്ത് കൊടുക്കാൻ സരിതയെ അദ്ദേഹത്തിന് നേരത്തെ മുതലേ അറിയാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഓക്കെ, ഞാൻ പറഞ്ഞ് സാറേ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്കെന്തോ ചെയ്യാൻ പറ്റുമോ അതിനകത്തെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സന്താനമാണെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. ഇതന്നെ അദ്ദേഹം പറഞ്ഞത്. എനിക്ക് എൻ്റെ മോന് ആണെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കാത്തൊരു മോനാണെങ്കിൽ എനിക്ക് അവനെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാറ് എൻ്റെ സന്താനം ശരിയല്ലെങ്കിൽ ഞാൻ എന്തിനാണ് പിന്നെ ഇതിനെ പുറകെ എൻ്റെ മോനെ ഡിഫെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഫെനി എൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കും. പിന്നെ ജാമ്യത്തിനും എന്തെല്ലാം ഫെനി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു, സഹായിക്കാൻ പറഞ്ഞു. പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകനെതിരായിട്ടാണ് എന്നോട് സംസാരിച്ചത്. ധാർമ്മികത എങ്കിലും ഈ ബാധിക്കപ്പെട്ട പെൺകുട്ടിയെ സഹായിക്കാൻ പറഞ്ഞു.